ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് അങ്ങനെ എന്നിട്ടുള്ള ടൈം വിശേഷം. അപ്പോൾ നമ്മളിന്ന് കാണാനായിട്ട് പോണത് ഞാൻ ഡ്യൂട്ടിക്ക് പോണതിന് മുന്നുള്ള കുറച്ച് പരിപാടികളൊക്കെയാണ്. ഇത് കാലത്ത് എണീറ്റിട്ട് ചെറുതായിട്ട് സ്ട്രെച്ചിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് എന്നുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. ഇപ്പോൾ കറക്റ്റായിട്ട് റുട്ടീനൊന്നും ഫോളോ ചെയ്യണില്ല, വർക്കൗട്ടൊന്നും ചെയ്യുന്നില്ല, ഭയങ്കര ഉഴപ്പാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അടുത്ത മാസം തുടങ്ങി നമുക്ക് ജിമ്മിന് പോകാമെന്ന്. അപ്പോൾ കാശ് ചിലവാകുന്നുണ്ടല്ലോ എന്നെങ്കിലും കരുതിയിട്ട് നമ്മൾ സ്ഥിരമായിട്ട് പോകാൻ ശ്രമിക്കുമല്ലോ, അത് കാരണമാണ് കേട്ടോ. അങ്ങനെ പിന്നെ ഫ്രിഡ്ജിൽ കുറച്ച് താറാവ് നമ്മൾ ഫ്രോസൺ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചിട്ടുണ്ട്. കട്ട വിട്ട് വരട്ടെ, നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാനായിട്ട്. അതിന് മുന്നേ ഇതേ ബ്രഷിങ്ങൊക്കെ കഴിഞ്ഞ് വന്ന് ചെറുതായിട്ടൊന്നും സ്കിൻ കെയർ ചെയ്യാൻ കേട്ടോ. മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പോൺസിൻ്റെ മോയ്സ്ചറൈസറാണ്, ജെൽ മോയ്സ്ചറൈസർ. നമുക്ക് വാങ്ങാൻ പറ്റില്ല, ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള നല്ലൊരു മോയ്സ്ചറൈസറാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് റീഅപ്ലൈ ചെയ്യേണ്ടി വരും. നല്ലൊരു ജെൽ കൺസിസ്റ്റൻസി ആയതുകൊണ്ട് ഒരുവിധം എല്ലാ സ്കിൻ ടൈപ്പിനും സ്യൂട്ട് ആകുന്നതും കൂടെയാണ് കേട്ടോ. പിന്നെ ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇതെൻ്റെ ഫേവറേറ്റ് ആണ് കേട്ടോ. ഫേവറേറ്റ് ആയിട്ടുള്ള 2 സൺസ്ക്രീനിൽ ഒന്നാണ്. സ്പ്രേ ടൈപ്പ് ആയതുകൊണ്ട് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാനും പറ്റും. പിന്നെ ഒരു അണ്ടർആം റോളാണ്, ഇത് ഡോക്ടർ ഷെത്തിൻ്റെയാണ്. നമുക്ക് കിച്ചണിലോട്ട് കയറുന്നതിന് മുന്നേ ഒന്ന് ഒരുങ്ങി സുന്ദരിയായി കഴിഞ്ഞാൽ നമുക്ക് നമ്മളെ തന്നെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ, പണിയൊക്കെ എടുക്കാൻ ഒരു ഉന്മേഷം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് കരുതിയിട്ടാണ്, ഒന്ന് പ്ലസൻറ്റ് ആയിട്ടിരിക്കാമെന്ന് കരുതിയിട്ട് ജസ്റ്റ് ഒന്ന് ചെറുതായിട്ട് ഒരു മേക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട്. കുറച്ചൊരു സ്ട്രോപ്പ് ക്രീമൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്ത് കുറച്ച് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഏതായാലും വീഡിയോസൊക്കെ എടുക്കണതല്ലേ. അപ്പോൾ ഇത് വന്നിട്ട് മെബലൈൻ്റെ സൂപ്പർ സ്റ്റേ ആണ് കേട്ടോ. സൂപ്പർ സ്റ്റേ ആയതുകൊണ്ട് തന്നെ ലിപ്സിൽ നിന്ന് പോകാനായിട്ട് ഒടുക്കത്തെ പാടാണ്. തേച്ചൊരച്ച് പോയാലും തേച്ചൊരച്ച് കളഞ്ഞാലും ഇത് പോവില്ല. അതുകൊണ്ട് ഡോട്ടായിട്ട് വളരെ കുറച്ച് മാത്രം ഇട്ട് ഒന്ന് അപ്ലൈ ചെയ്യുന്നുള്ളൂ കേട്ടോ. സംഭവം ഇങ്ങനെ ഇരിക്കും, കണ്ടോ, ലൈറ്റായിട്ട് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി പിന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഒരു പൊട്ടൊക്കെ വെച്ച് ഇപ്പോൾ ഒന്ന് മെനിയായിട്ടുണ്ട് അല്ലേ, കുറച്ച് സുന്ദരിയായിട്ടുണ്ട്. ഇനി നമുക്ക് കിച്ചണിലോട്ട് കയറാം. ഇതിൽ കിട്ടണതിൻ്റെ ഒക്കെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ. ആവശ്യമുള്ളവർ ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. പിന്നെ പോയിട്ട് നെയിൽ പോളിഷും കാര്യങ്ങളൊക്കെ ഇട്ടു, ഏതായാലും ഡ്യൂട്ടിക്ക് പോകണതല്ലേ. അവിടെ പരിപാടികളൊക്കെ തുടങ്ങാം. അരി ഇടുന്നുണ്ട്. ചേട്ടനും ആമിക്കുട്ടിയും നല്ല ഉറക്കമാണ് കേട്ടോ. ഇനി കുറച്ച് കഴിയുമ്പോൾ ആമിക്കിപ്പോൾ വെക്കേഷൻ ആണല്ലോ, അപ്പം ഇനി കുറച്ച് കഴിഞ്ഞിട്ട് എണീക്കുള്ളൂ. അത് കഴിഞ്ഞ് അവർ നേരെ പോവും, ആമിനെ എൻ്റെ വീട്ടിലാക്കും. അങ്ങനെ ചേട്ടൻ ഡ്യൂട്ടിക്ക് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ കുറച്ച് സവാളയും കുറച്ച് എന്താ പറയുക വെളുത്തുള്ളിയൊക്കെ എടുത്തിട്ടുണ്ട്. താറാവ് വാങ്ങണമെന്ന് വെച്ചിട്ട് കുറേ നാളായി. എനിക്ക് ചിക്കനേക്കാളും ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു സംഭവം. പണ്ട് എൻ്റെ വ്ളോഗ്സിലൊക്കെ ഞാൻ കാണിക്കാറുണ്ട്. എൻ്റെ അമ്മ വെക്കുന്ന താറാവ് കറിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അത് താറാവൊക്കെ ഒന്ന് കരിച്ച് ചുട്ടിട്ടൊക്കെ വെക്കില്ലേ, നല്ല മണവും നല്ല ടേസ്റ്റൊക്കെയാണ്. ഇപ്പം നമുക്ക് അങ്ങനെ വെക്കാൻ എന്തായാലും നിവർത്തിയില്ല. ഇത് ഫ്രോസൺ ആണ്, അതും പീസ് ആക്കിയിട്ടാണ് തന്നിട്ടുള്ളത് അവർ. അപ്പോൾ പിന്നെ നമുക്കതിനെ കരിക്കാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ നേരെ വെള്ളത്തിലെടുത്തിട്ട് വെച്ചിട്ട് കട്ടയൊക്കെ വിടുമ്പോൾ ഒന്ന് മസാലയൊക്കെ പുരട്ടി നമുക്ക് കറി വെക്കാം. അതിനിടയ്ക്ക് ചോറ് തിളച്ച് നമ്മളത് ഇറക്കി വെച്ചു. ബ്രേക്ക്ഫാസ്റ്റിനായിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്യാണ് കേട്ടോ. ആമിക്ക് ഇത് കഴിക്കാനായിട്ട് നല്ല ഇഷ്ടം. അതുകൊണ്ട് മിക്കവാറും ദിവസങ്ങളിൽ നമ്മൾ ഇതാണ് ബ്രേക്ക്ഫാസ്റ്റ് ആക്കാറുള്ളത്. പിന്നെ ആ ബേസിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കാലത്ത് എണീറ്റാൽ കുറച്ച് തിക്കും തിരക്കും കാര്യങ്ങളൊക്കെയാണ്. വേഗം ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഡ്യൂട്ടിക്ക് പോകാം. പിന്നെ ഇപ്പോൾ ആമിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് അത്രയും തിരക്കില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ അവളെ വിടണം ഇതിനിടയ്ക്ക്, അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട്. ചായ വെക്കുന്നുണ്ട്, എനിക്ക് മാത്രമാണ് കേട്ടോ, വേറെ ആരും ചായ കുടിക്കാറില്ല. എനിക്കൊരു അഡിക്ഷൻ ഉള്ളതുകൊണ്ട് ഞാൻ ഡെയിലി ചായ കുടിക്കും. ഈ ഒരു റുട്ടീനും ലൈഫിൽ നിന്ന് മാറ്റാടുന്നുണ്ട് കേട്ടോ, ഈ ചായ കുടിക്കൽ. അതൊരു നല്ല ഹാബിറ്റ് അല്ല. അതായത് ഈ ഒരു അഡിക്ഷൻ ഏത് നേരത്തും എനിക്ക് എപ്പോൾ ചായ കിട്ടിയാലും ഞാൻ കുടിക്കും കേട്ടോ, അങ്ങനത്തെ ആളാണ്. അങ്ങനത്തെ ആമിക്കുട്ടീനെ ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാനങ്ങനെ അവളെ ബ്രഷ് ചെയ്യിക്കാറൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ചില ദിവസങ്ങളിൽ ഒന്ന് അവൾക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുത്ത ശേഷം പിന്നെ അവൾ തന്നെ തേച്ചോളൂ കേട്ടോ. ഡെയിലി ഒന്നും തേച്ച് കൊടുക്കാറൊന്നുമില്ല. ചായയും അതൊക്കെ റെഡി ആയിട്ടുണ്ട്. ആമിക്കുട്ടിക്ക് കഴിക്കാൻ കൊടുത്തു. അങ്ങനെ അവർ പോയിട്ട് അവർ പോയ ശേഷം ഞാൻ കഴിക്കാതിരിക്കുകയാണ് കേട്ടോ. ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചവച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ ഫോൺ ചെക്ക് ചെയ്യാറുള്ളത്, വീഡിയോസും കാര്യങ്ങളൊക്കെ കാണാറുള്ളത് കേട്ടോ. അങ്ങനെ നമ്മുടെ താറാവ് നല്ലപോലെ വിട്ട് വന്നിട്ടുണ്ട്. വലിയ പീസുകളാണ്, ഞാനിത് ചെറുതാക്കാൻ നിന്നില്ല കേട്ടോ. കാരണം ഇനി നേരില്ല. പിന്നെ മൂത്ത താറാവാണ്, മൂത്ത് മുരടിച്ച താറാവാണ്. ഇത് വെട്ടി ചെറുതാക്കുകയാണെങ്കിൽ കുറച്ച് പാടുപെടും. അപ്പോൾ ഞാൻ കരുതി വേണ്ട, ഈ വലിയ പീസ് എന്നിട്ട് ചെയ്യാമെന്ന്. പിന്നെ ഞാൻ എല്ലാ മീറ്റിലേക്കും, അതായത് ബീഫ് ആണെങ്കിലും ചിക്കൻ ആണെങ്കിലും ഒക്കെ മസാല വറുത്ത് ഇടാറാണ് പതിവ് കേട്ടോ. നമ്മുടെ മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള ഐറ്റംസൊക്കെ ഇല്ലേ, ഒക്കെ വറുത്തിട്ടാണ് യൂസ് ചെയ്യാറുള്ളത്. അല്ലെങ്കിൽ ഞാൻ പച്ചമണം പോകാൻ കുറച്ച് ടൈം എടുക്കില്ലേ, അങ്ങനെ. പിന്നെ താറാവിന് നല്ല വേവുള്ളതാണ് കേട്ടോ. ഉപ്പൊക്കെ പരട്ടി നല്ലപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് നേരം ഇത് റെസ്റ്റ് ചെയ്യട്ടെ. അതിനിടയ്ക്ക് നമുക്ക് സവാളയും കാര്യങ്ങളൊക്കെ വഴിച്ചെടുക്കാം കേട്ടോ. നല്ലപോലെ ഒരു 4 സവാള എടുത്തിട്ടുണ്ട്. നല്ല രീതിക്ക് ആയിക്കോട്ടെ എന്ന് കരുതിയിട്ട്. കാരണം ഒരു താറാവ് വാങ്ങിയിട്ടൊന്നുമില്ല സത്യം പറഞ്ഞാൽ, കുറച്ചുള്ളൂ, കുറച്ച് എല്ലും തോലും ഉണ്ട്. പക്ഷെ എനിക്ക് ഈ എല്ലൊക്കെ കടിച്ച് മുറിച്ച് തിന്നാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. മിക്കവർക്കും അതാണ് താറാവ് വാങ്ങാൻ കഴിക്കാനൊന്നും ഇഷ്ടമില്ല, അത് അപ്പിടി എല്ലായിരിക്കുമല്ലോ. അങ്ങനെ ആമിക്കുട്ടീനൊക്കെ വിട്ട് കഴിഞ്ഞപ്പോൾ പിന്നെ ഇനി ഫ്രീ ആയിട്ടോ. ഇനി നമ്മുടെ കാര്യങ്ങൾ മാത്രം നോക്കിയാൽ മതിയല്ലോ. നല്ലോണം
എണ്ണയൊക്കെ തേച്ച് കുളിക്കുന്നുണ്ട്. ആഴ്ചയിൽ 3 തവണയൊക്കെ എണ്ണ തേക്കുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ ഭയങ്കര ലാവിഷാണ്, കോരി ഒഴിക്കും തലയിൽ കൂടെ. എന്നിട്ട് ഏതെങ്കിലും ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്യും. അപ്പോൾ ഇന്നാണ് നമ്മുടെ ഓയിലിംഗ് ചെയ്യേണ്ട ദിവസം. അപ്പോൾ നല്ല രീതിക്ക് എണ്ണ തേച്ച് മുടിയൊക്കെ വലിച്ച് കെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതേ നമ്മുടെ സവാളയൊക്കെ വഴറ്റി വന്നപ്പോൾ നമ്മളിതേ താറാവ് ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ പാത്രം കഴുകി വെള്ളമൊഴിക്കുക. നമ്മുടെ സ്ഥിരം പരിപാടികൾ ചിക്കൻ മസാല ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല പോലെ മിക്സ് ചെയ്ത് അടച്ച് വെച്ച് അങ്ങോട്ട് വേവിക്കുക. ഇതിനിടയ്ക്ക് പോയിട്ട് അങ്ങോട്ട് ഓടിപ്പോയിട്ട് ചടയിൽ നിന്ന് കുളിച്ചിട്ട് വരാം കേട്ടോ. ഇനി ഇതേ കണ്ട കുളിച്ചിട്ട് വന്നപ്പോഴേക്കും നല്ല പോലെ തിളച്ചു. ഇതിനൊടുക്കത്തെ വേവാണ് കേട്ടോ. കുക്കറിലിട്ട് വേവിക്കായിരുന്നു എന്ന് എനിക്ക് തോന്നി. ഇത് വേവണില്ല അങ്ങനെ. നല്ല മൂത്തുമുരടിച്ച തള്ളത്താറാവായിരുന്നു എന്ന് തോന്നുന്നുണ്ട്. ഇനി നമ്മുടെ മെയിൻ കലാപരിപാടികളാണ് കേട്ടോ. ഇതാണ് കേട്ടോ എൻ്റെ സ്ക്രബ്. ബ്ലാക്ക് കളറാണ്, ഒന്നും പറയണ്ട. അല്ലെങ്കിൽ ഈ ചൂട് പിന്നെ ഈ ബ്ലാക്കും കൂടി ആകുമ്പോൾ ഒന്നും കൂടെ ചൂടെടുക്കും കേട്ടോ. ഭയങ്കരമായിട്ട് ചൂടെടുക്കും. ഈ 11 മണി നേരത്തെ പോകുമ്പോഴുള്ള പ്രശ്നം നല്ല വെയിലുണ്ടായിരിക്കും. അപ്പോൾ സൺസ്ക്രീനൊക്കെ വാരി പൊത്തണം, അല്ലെങ്കിൽ ആകെ ടാൻ അടിച്ചൊരു വിധൗട്ട്. അല്ലെങ്കിൽ തന്നെ കൈയൊക്കെ കണ്ട ടാനായിട്ട് സൺസ്ക്രീൻ ഇട്ടിട്ടും കൈക്കൊന്നും ഒരു രക്ഷയില്ല, അതുപോലെ ടാനായിട്ടുണ്ട്. അപ്പോൾ ഫേസിലും കയ്യിലും ഒക്കെ നമ്മുടെ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് അത് കഴിഞ്ഞ് സൺസ്ക്രീൻ ഇട്ടോ. ഇത് ലാക്മിയുടെ സൺസ്ക്രീനാണ് കേട്ടോ. ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അടിപൊളി സാധനമാണ്, എൻ്റെ റീസെൻറ്റ് ഫേവറേറ്റ് ആണ്. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇനി പോവാണ്. ചാച്ചാ, ബൈ ബൈ. അടുത്ത വീഡിയോയിൽ കാണാം.